തെലങ്കാനയിൽ അപകടമുണ്ടാക്കിയ കാർ തടയാൻ ശ്രമിച്ച മധ്യവയസ്കനെ ബോണറ്റിലിരുത്തി കിലോമീറ്ററുകളോളം വാഹനമോടിച്ച ഡ്രൈവർ. രംഗറെഡ്ഡി ജില്ലയിൽ നടന്ന ഈ ക്രൂരതയുടെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. നാട്ടുകാർ കാർ വളഞ്ഞതോടെ ഡ്രൈവർ വണ്ടി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഒളിവിൽ പോയ പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. अरे आपण पोलिसांना फोन చేసుకో. മീർപേട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച ഫൈസലും പിതാവ് ജിലാനിയും സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനത്തിൽ പിന്നാലെ വന്ന കാറിടിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സാധാരണഗതിയിൽ പരിഹരിക്കാമായിരുന്ന ഒരു അപകടം വാക്കുതർക്കത്തിലേക്ക് വഴിമാറി. കുറ്റം സമ്മതിക്കാതെ കാർ ഓടിച്ചു പോകാൻ ശ്രമിച്ച ഡ്രൈവറെ തടയാൻ ജിലാനി കാറിന് മുന്നിലേക്ക് കയറി നിന്നു. आपण पोलिसांना फोन చేసుకో. നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തതോടെ ജിലാനി ബോണറ്റിലേക്ക് മറിഞ്ഞു വീണു. എന്നാൽ ബ്രേക്ക് ചവിട്ടുന്നതിനു പകരം ഡ്രൈവർ ആക്സിലറേറ്റർ അമർത്തുകയായിരുന്നു. ഇതോടെ വണ്ടി ആൾത്തിരക്കുള്ള റോഡിലൂടെ കുതിച്ചു പാഞ്ഞു. ജീവൻ രക്ഷിക്കാൻ ബോണറ്റിലെ വൈപ്പറിലും മറ്റും മുറുകെ പിടിച്ച് ജിലാനി കിടന്നു. പിന്നാലെ കൂടിയ നാട്ടുകാർ ബഹളം വെച്ചിട്ടും ഡ്രൈവർ വണ്ടി നിർത്താൻ കൂട്ടാക്കിയില്ല. నేను మీర్పేట్ నుంచి ఎల్బీ నగర్ చౌరస్ 2 వీలర్ మీద పోతున్నాను. ఆ గాయత్రి నగర్ టర్నింగ్ కాడ మనకు 4 వీలర్ కార్ వచ్చి వెనకంగా గుద్దేసి మా అబ్బాయికి గుద్ది జుట్టు పట్టుకొని డివైడర్ గుద్దుకుంటా పోయింది. నేను ఆ ప్రెస్ స్టేషన్లో ఉరికి బండి బానెడ్ పట్టుకున్నా కూడా ఆపుతలేడు అతను. అది అట్లానే నాకు మన మందమల్లమ్మ చౌరస్తా కానించి బాలాపూర్ చౌరస్తా కమాన్ ఉంది కదా, కమాన్ కాడంగా యూటర్న్ తీసుకొని మళ్ళీ మందమల్లమ్మ కాడ జనాలు ఆపిండాడు. ഏകദേശം 2 കിലോമീറ്ററിന് ശേഷം നാട്ടുകാരും മറ്റ് വാഹനയാത്രികരും ചേർന്ന് കാർ വളയുകയും നിർബന്ധപൂർവ്വം നിർത്തിപ്പിക്കുകയും ചെയ്തു. ജനക്കൂട്ടം തടിച്ചുകൂടി ബഹളമുണ്ടാക്കിയതോടെ കാർ ഉപേക്ഷിച്ച് ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആദ്യത്തെ അപകടത്തിലും തുടർന്നുണ്ടായ സംഘർഷത്തിലും പരിക്കേറ്റ ഫൈസൽ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയ മീർപേട്ട് പോലീസ് മനഃപൂർവ്വമുള്ള നരഹത്യാശ്രമത്തിന് കേസെടുത്തു. വണ്ടിയുടെ ഉടമയെ തിരിച്ചറിഞ്ഞതായും ഉടൻ അറസ്റ്റുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.